പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ രക്ഷയും കരുണയും എല്ലാവരിലും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മള് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ചർച്ച ചെയ്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഇതിന്റെ ആമുഖ പ്രഭാഷണ സമയത്ത് ഈ അധ്യായത്തെ ദജ്ജാലുമായിട്ട് ബന്ധിപ്പിക്കുകയും ദജ്ജാല് 4 കാര്യങ്ങളുമായി മനുഷ്യരെ ഭൂമിയിൽ വരികയും മനുഷ്യരെ സമീപിക്കുകയും അതിലെ ഒന്നാമത്തെ കാര്യം സത്യവിശ്വാസികളെ ക്രൂരമായി പീഡിപ്പിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒന്നാമത്തെ വിഷയത്തെ നമ്മൾ അസ്ഹാബുൽ കഹ്ഫ് മുതൽ ഇതുവരെയുള്ള വിഷയങ്ങളിൽ നന്നായി ചർച്ച ചെയ്തു. വിശ്വാസികളായി മാറിയാൽ ഉണ്ടാകുന്ന മഹാനന്മകളെ കുറിച്ച്, അള്ളാഹുവിന് സമർപ്പിതരായി മാറിയാലുള്ള അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച്, അള്ളാഹു എങ്ങനെയൊക്കെയാണ് അവന്റെ ദാസന്മാരോട് ഈ ലോകത്തും നാളെ അള്ളാഹുവിന്റെ സന്നിധിയിലും എങ്ങനെയാണ് അള്ളാഹു ഇടപെടുക എന്നുള്ളതിനെ കുറിച്ച് എല്ലാം തന്നെ സവിസ്തരം നമ്മൾ 31 വചനം വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു. ഇനി ദജ്ജാല് ഭൂമുഖത്തോട് അതിന്റെ ഖനികളെ, അതിന്റെ സമ്പാദ്യങ്ങളെ, സമൃദ്ധിയെ മുഴുവനും പുറത്തു വരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ സ്വർണ്ണ കിഴികളുടെ, സ്വർണ്ണ ഖനികളുടെ പ്രളയം തന്നെ സംഭവിക്കുകയും അങ്ങനെ ഈ ഭൗതിക ലോകത്ത് സമൃദ്ധിയുടെ എല്ലാ വ്യാപകമായ അടയാളങ്ങളും ദജ്ജാല് ഉണ്ടാക്കി തീർക്കുമെന്നെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഹദീസിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അംർ ഖാലിദിനെ പോലെയുള്ള ആളുകള് ആ വിഷയത്തെ ഈ രണ്ടാം ഭാഗത്തോട് ചേർത്ത് പറയുകയാണ് ചെയ്യുന്നത്. വദ്രിബ് ലഹും മസല റജുലൈനി ജഅൽനാ ലി അഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബിൻ വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സറഅ. ഇവിടുന്നാണ് ആ ദജ്ജാലുമായി ബന്ധപ്പെട്ട ആ രണ്ടാം ഭാഗത്തെ അംർ ഖാലിദ് ചേർത്ത് വെക്കുന്നത്. അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു വദ്രിബ് ലഹും മസലൻ, അവർക്ക് നീ ഒരു ഉപമ വിവരിച്ചു കൊടുക്കുക. റജുലൈനി, 2 പുരുഷന്മാർ, 2 വ്യക്തികൾ. ജഅൽനാലി അഹദിഹിമ, അതിൽ നാം ഒരു വ്യക്തിക്ക് നൽകി, ഉണ്ടാക്കി കൊടുത്തു, അല്ലെങ്കിൽ നാം അദ്ദേഹത്തിന് സമ്മാനിച്ചു ജന്നത്തൈനി, 2 തോട്ടങ്ങൾ, പിന്നെ അനാബിൻ, മുന്തിരിയാലുള്ള 2 തോട്ടങ്ങൾ. വഹഫഫ്നാഹുമ, ആ തോട്ടത്തെ നാം വലയം ചെയ്തു, ബിനഖ്ലിൻ, ഈത്തപ്പന മരങ്ങളാൽ നാം അതിനെ വലയം ചെയ്തു. വജഅൽനാ ബൈനഹുമാ സറഅ, അതുപോലെ തന്നെ അതിനിടയിൽ ധാന്യ കൃഷികളെ നിറക്കുകയും ചെയ്തു. അപ്പൊ മനോഹരമായ ഒരു തോട്ടത്തിന്റെ, കണ്ണിനെ കുളിർക്കൊള്ളിപ്പിക്കുന്ന ഒരു മനോഹരമായ തോട്ടത്തെ അള്ളാഹു ഇവിടെ ഉപമിക്കുകയാണ്. അപ്പൊ വദ്രിബ് എന്ന് പറഞ്ഞാൽ, ലറബ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ കേട്ടിരിക്കുന്നത് ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ അള്ളാഹു എന്തുകൊണ്ടാണ് ഈ വദ്രിബ് ലഹും എന്ന് പറഞ്ഞത് എന്നാണ്. അപ്പോ ഈ വാക്കിനെ ഇവിടെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് ലി ഇസാറത്തിൽ ഇന്തിബാഹി എന്നാണ് പണ്ഡിതന്മാര് പറയുക. ഒരു ഒരാളെ അതിശക്തമായി ഒരു വിഷയത്തിലേക്ക് അയാളുടെ ചിന്തയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലറബ എന്ന വാക്ക് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ്, വദ്രിബ് ലഹും, നീ അവരെ ചിന്തയെ നീ അതിശക്തമായ ബോധത്തോടുകൂടി ഈ വിഷയത്തിലേക്ക് നീ ഒന്ന് ഉണർത്തിക്കൊണ്ടുവാ എന്ന ഒരു വലിയൊരു ഗൗരവമുള്ളൊരു വിഷയമായതുകൊണ്ട് ആ ഒരു വാക്കിന് അള്ളാഹു ഇവിടെ ഉപയോഗിച്ചിരിക്കുക. പിന്നെ മസലൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗോപ്യമായ വസ്തുക്കളെ, പ്രത്യക്ഷമായ തെളിഞ്ഞ ചില വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അതിനെ അത്തരം വിഷയങ്ങൾ പറയുന്നതിനെയാണ് മസല് എന്ന വാക്കുകൊണ്ട് വിശുദ്ധ ഖുർആനെ വിശദീകരിക്കുന്നത്. അറബിയിൽ തന്നെ പറയുന്ന ഒരു പ്രയോഗം, വസ്തുവിനെ, ഒരു ഖഫിയായ ഒന്നിനെ ജലിയായ ഒരു സംഗതി പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുക എന്ന് മുഫസ്സിരീങ്ങള് ഈ മസല് എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് പറയും. അപ്പൊ അടിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമുക്കറിയാം അടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇമാം ഷാറാവി ഈ ഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്ന ഒരു ചില വിഷയങ്ങളുണ്ട്. വയാ ളാരിബൻ ബിഅസാ ഉൽ ഹജറ ലറബ്തൽ അസ അം ലറബ്തൽ ഹജറ എന്ന് പറഞ്ഞുകൊണ്ട് അടി എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അഥവാ കല്ലിനെ വടി കൊണ്ടടിക്കുന്ന
പിന്നെ സഹോദര, ലറബ്തൽ അസ അം ലറബ്തൽ ഹജറ, നീ അതുകൊണ്ട് വടിയെയാണോ അടിച്ചത് അതോ കല്ലിനെയാണോ? അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു വിഷയത്തെ അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയാണ്. അഥവാ നമ്മളെക്കാളും ദുർബലമായ ഒന്നിനെ നമ്മൾ അടിക്കുമ്പോഴാണ് അതിന് വേദന ഉണ്ടാകുക, അല്ലെങ്കിൽ അതിനെ വല്ലതും സംഭവിക്കുക. അപ്പൊ നമ്മളെക്കാളും ശക്തനായ ഒന്നിനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അടിക്കല്ല ചെയ്യുന്നത്, നമ്മളെ തന്നെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലറബ എന്ന് പറഞ്ഞ വാക്കിനെ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു ശക്തമായ ഒരു ഒന്നുകൊണ്ട് ദുർബലമായ ഒന്നിനെ പ്രഹരിക്കുന്നതിനാണ് അറബി ഭാഷയിൽ ലറബ എന്ന് പറയുന്നത്. ഇവിടെ അള്ളാഹു ലറബ എന്ന വാക്കുകൊണ്ട് നമ്മുടെ ചിന്തയെ വദ്രിബ്, അവരുടെ ചിന്തയെ ഈ പറയുന്ന വിഷയത്തിലേക്ക് നീ കൊണ്ടുപോയോ, അവര് ഉണർന്ന് ഈ കാര്യത്തെ ചിന്തിക്കട്ടെ എന്ന് അള്ളാഹു അതിന്റെ ഉള്ളിൽ ആ ചെറിയ വാക്കിലുള്ള അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ധാരാളം ഇത്തരത്തിലുള്ള മസലുകൾ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് നിസ്സാരമായ ഒരു കാര്യമല്ല. അള്ളാഹു ഉപമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോവേണ്ട കാര്യവുമല്ല, മറിച്ച് വളരെ ചിന്താർഹമായി നമ്മുടെ ചുറ്റുപാടിലുള്ള, അല്ലെങ്കിൽ നാം തന്നെ ഇടപെടുന്ന, അല്ലെങ്കിൽ നാം അനുഭവിക്കുന്ന, നാം നിലകൊള്ളുന്ന ഭൂമികയിലെല്ലാം തന്നെ മാറി മറിയുന്ന വിഷയങ്ങളെ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് അവന്റെ കാരുണ്യം കൊണ്ട്, അവന്റെ ദയാവായ്പ കൊണ്ട് അള്ളാഹു മനോഹരമായിട്ട് അള്ളാഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ ജീവിത പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞു തരികയാണ്. ഖുർആനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈ രൂപത്തിൽ പദപ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ഇന്നല്ലാഹ ലാ യസ്തഹ്യി അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹ, അല്ലേ? സൂറത്ത് ബഖറ. ഇവിടെ ഇന്നല്ലാഹ, നിശ്ചയം അള്ളാഹു, ലാ യസ്തഹ്യി, അള്ളാഹു ലജ്ജിക്കുകയില്ല, അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹ, ഒരു ബഅൂലത്തിനെയോ അല്ലെങ്കിൽ അതിനേക്കാളും നിസാരമായ ഒരു വസ്തുവിനെയോ വെച്ചുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ഉപമ പറഞ്ഞു തരുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിന്നെ ഒരു കൊതുക് അല്ലെങ്കിൽ ഒരു ഈച്ച എന്നെല്ലാം പറയുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ നിസാരമാണ്. പക്ഷെ ആ സൃഷ്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിലും കുറെ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിലും ഇമാം ഷാറാബിയെ പോലെയുള്ള പണ്ഡിതന്മാര് ആ വസ്തുവിനെ കുറിച്ച് പഠിക്കാൻ പോലും അള്ളാഹു അതിന്റെ ഉള്ളിൽ പുലർത്തുന്നുണ്ട് എന്ന് പറയുന്നു. ഒരു കൊതുക്, നമ്മൾ കൊതുകിന്റെ മുഖത്ത് ഏകദേശം 100 ക്യാമറ കണ്ണുകൾ ഉണ്ട് എന്നാണ് ഒരു കൊതുകിന്റെ മുഖത്ത്. അത് ഒരു ചെറിയൊരു പ്രതലത്തിലാണ്, നമുക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ വളരെ ചെറിയ ഒരു വട്ടമിട്ട് കഴിഞ്ഞാൽ അത്രത്തോളം അത്ര പോലും ഇല്ലാത്ത ഒരു ജീവിയുടെ മുഖത്ത് അത്രയും കണ്ണുകളെ അള്ളാഹു ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിയെ വെച്ചുകൊണ്ട് അള്ളാഹു ഉപമിക്കുമ്പോഴേ ആ ഉപമയുടെ വിശാലമായ അർത്ഥതലങ്ങൾ എന്താണ്? ഓരോ ജീവികളും നമ്മുടെ കണ്ണിന്റെ ആ കാഴ്ചാശക്തിയുടെ പരിധി കൊണ്ടാണ് ചില ജീവികളുടെ ഒന്നും തന്നെ അതിന്റെ കോലത്തെ, അതിന്റെ രൂപത്തെ ഒന്നില്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിമനോഹരമായി തോന്നിപ്പിക്കുന്ന അതിന്റെ ആ രൂപങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയാത്തത്. അപ്പൊ ചില ക്യാമറകളിലും അതിസൂക്ഷ്മമായി ഒരു ജീവിയുടെ മുഖത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് നമ്മളെ ഭയപ്പെടുത്തും അതിന്റെ രൂപങ്ങൾ. അപ്പൊ അള്ളാഹു ഇവിടെ നമ്മുടെ ഒരു മനുഷ്യന്റെ ചിന്തയെ അള്ളാഹു എങ്ങനെയാണ് അള്ളാഹു നോക്കിക്കണ്ടൊരു വിഷയത്തെ പറയുന്നു എന്നുള്ളതാണ്. ഇന്നല്ലാഹ ലാ യസ്തഹ്യി, അള്ളാഹു ലജ്ജിക്കുന്നില്ല, അൻ യദ്രിബ മസലൻ മാ ബഅൂദതൻ ഫമാ ഫൗഖഹ, ഒരു ബഅൂലത്തിനെ അല്ലെങ്കിൽ അതിനേക്കാൾ നിസ്സാരമായതൊന്നും വെച്ചിട്ട് അള്ളാഹു ഒരു വിഷയത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ അള്ളാഹു ലജ്ജല്ല. അപ്പൊ നിങ്ങൾ കാണുന്നത് പോലെ ഒന്നുമല്ല ഇത്. നിങ്ങൾക്ക് നിസാരമാണെങ്കിലും അള്ളാഹുവിന്റെ സൃഷ്ടി ലോകത്ത്, അള്ളാഹുവിന്റെ സൃഷ്ടി എന്നുള്ള നിലക്ക് ഇതിലെല്ലാം തന്നെ വലിയ പാഠങ്ങളും വലിയ ചിന്തകളും നിങ്ങൾക്ക് പഠിക്കുവാനും ഗവേഷണം നടത്തുവാനും എല്ലാമുള്ള ഒരു വലിയ അടയാളങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇമാം ഷാറാബി അതിനെ നോക്കിക്കാണുന്നു. നോക്കൂ, അവിടെ മസല് ഒരു ഗോപ്യമായ ഒരു വസ്തുവിനെ അള്ളാഹു ചില ഉദാഹരണങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു അവന്റെ കാരുണ്യം മൂലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അള്ളാഹുവിനെ കൂടാതെ ഔലിയാക്കളെ സ്വീകരിക്കുന്നവരുടെ ഉപമ കമസലിൽ അങ്കബൂത്തി, അതൊരു എട്ടുകാലിയെ പോലെയാണ്. കമസലിൽ അങ്കബൂത്തി എന്താണ്? ഇത്തഹദത്ത് ബൈത്തൻ, അതൊരു വീട് നിർമ്മിച്ചു.
എന്നിട്ട് അള്ളാഹു പറയാണ് വ ഇന്ന ഔഹനൽ ബുയൂത്തില ബൈത്തുൽ അൻകബൂത്ത്, ഏറ്റവും ദുർബലമായ ഭവനം അത് എട്ടുകാലിയുടെ ഭവനമാണ്. ലൗകാനു യഅലമുന, അവരത് അറിഞ്ഞിരുന്നെങ്കിലും. ഈ ഉദാഹരണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ചിന്താർഹമായ വിശ്വാസത്തിന്റെ അഗാധതയെ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതില്ലാതെ നിർമ്മിക്കപ്പെടുന്ന ഒരു ഒരു ജീവിത ചിട്ടയെ എങ്ങനെയാണ് അള്ളാഹു അതിന്റെ ഉള്ളിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതല്ലെങ്കിൽ ഒരു ശത്രുവിന്റെ ദുർബലനായ ഒരു ദൈവവും അള്ളാഹുവുമായിട്ട് അഗാധമായി ബന്ധമില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുന്ന, ഒരു സമൂഹം സൃഷ്ടിക്കുന്ന, നമ്മൾ ഭീകരമെന്ന്, നമ്മൾ അപകടമെന്ന്, പ്രയാസമെന്ന് നമ്മൾ ധരിക്കുന്ന ഒന്നിനെ അള്ളാഹു അതിനെ നിസാരമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ, നമ്മുടെ ദൃഷ്ടിയിൽ നൂലുകൊണ്ടെന്ന് നൂലുപോലോത്തൊരു വസ്തുവിനെ, നൂലുപോലോത്ത അതിന്റെ വായിൽ നിന്ന് വരുന്ന ഒന്നുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു ഒരു ചെറിയൊരു കാറ്റ് തട്ടിയാൽ പൊട്ടിപ്പോകുന്ന ഒന്നുമായിട്ട് ഉപമിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഊർജമുണ്ട് അതില്. നിങ്ങളുടെ കയ്യിലുള്ളത് അത് ബലിഷ്ഠമാണ് എന്ന അള്ളാഹുവിന്റെ ശക്തമായ അള്ളാഹുവിന്റെ ബോധ്യപ്പെടുത്തലുണ്ട്. നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാൻ, നമ്മുടെ വിശ്വാസ ലോകത്തിന്റെ അഗാധതയെ തിരിച്ചറിയാൻ, അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, സൃഷ്ടിനാഥനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോന്നിലുമുള്ള ബോധം, വിശ്വാസം, അതിന്റെ തിരിച്ചറിവ്, അത് നമുക്ക് എത്രമാത്രം ബലിഷ്ഠമാണ് എന്നുള്ള മഹാപാഠം ഇതിന്റെ ഉള്ളിൽ അള്ളാഹു നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മസലി എന്ന് പറയുന്നതിനെ ഹഫിയായ ഒന്നിനെ ജലിയായ ഒന്നുകൊണ്ട് അള്ളാഹു നമുക്ക് വിശദീകരിക്കുകയാണ് എന്ന് ഇമാം ഷഅറാബി പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ചെയ്യുന്ന കരാറുകളെ അല്ലെങ്കിൽ അഖദുകളെ എല്ലാം തന്നെ ലംഘിക്കുന്ന ആളുകളെ അള്ളാഹു ഉപയോഗിക്കുന്നത് എന്തിനോടാണ്? ഒരു സ്ത്രീയുടെ ഒരു നൂല് കെട്ടുന്ന, മുടയുന്ന ഒരു സ്ത്രീയുമായിട്ടാണ് അള്ളാഹു ഉപയോഗിക്കുന്നത്. വലാത്തക്കൂനു കല്ലത്തി നഖലത്ത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. നന്നായി നൂല് കെട്ടി അതിനെ പിന്നീട് ഇഴകളായി അതിനെ വീണ്ടും പൊളിച്ചു കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്, അല്ലെ? മസലുഹും, പിന്നെ വീണ്ടും അള്ളാഹു പറയാണ് മസലുഹും, സൂറത്ത് ബഖറയിൽ തന്നെ, മസലുഹും കമസലില്ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറക്കഹു ഫി ദുലുമാത്തിൽ ലാ യുബ്സിറൂൻ. അതിനു മുമ്പ് ഏകദേശം ഒരു 13 ആയത്തുകളിലായി കപട വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവരുടെ വർത്തമാനങ്ങളെ കുറിച്ചെല്ലാം അള്ളാഹു പറഞ്ഞു വരികയാണ്. എന്നിട്ട് വേഗം അവര് അള്ളാഹുവിനോട് ഉപമിക്കുകയാണ്. എന്താണ്? മസലുഹും, അവരുടെ ഉപമ കമസലില്ലദി ഇസ്തൗഖദ നാറൻ, ഒരാള് വിളക്കങ്ങ് കത്തിച്ചു, അല്ലെങ്കിൽ അവർ ഒരു വെട്ടമങ്ങ് തെളിച്ചു. ഫലമ്മാ അളാഅത് മാ ഹൗലഹു, അങ്ങനെ ആ കൂരിരുട്ടിൽ നിൽക്കുന്ന ആ വ്യക്തി അത് ആ ചുറ്റുപാടുകൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. ദഹബല്ലാഹു ബിനൂരിഹിം, പെടുന്നനെ അള്ളാഹു ആ പ്രഭയെ, ആ വെളിച്ചത്തെ അള്ളാഹു എടുത്തു മാറ്റി. വതറക്കഹും ഫീ ദുലുമാത്തിൽ ലാ യുബ്സിറൂൻ, അങ്ങനെ അവരെ ഇരുട്ടിലേക്ക് അള്ളാഹു തള്ളുകയും ചെയ്തു. അപ്പൊ ഇവിടെ കുറെ ചിന്തകൾ അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. കുറെ വിഷയങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പിന്നീട് അതിഭയങ്കരമായ, ഗാഢമായി ചിന്തിക്കേണ്ട ഒരു ഉപമയെ കൊണ്ടുവന്ന് ഇവരുടെ എല്ലാം തന്നെ മാനസികാവസ്ഥയെ, ഇവരുടെ എല്ലാം തന്നെ അന്ത്യത്തെ, ഇവര് എങ്ങനെയാണ് മാറ്റപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം ഇതിന്റെ ഉള്ളിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിൽ ധാരാളം തവണ ഓതിപ്പോയ ഒരു ആയത്തേക്കാരം. എന്നാൽ ഇത് എങ്ങനെയൊക്കെയാണ് ഈ വെട്ടം തെളിയുന്നത് എന്നും, അത് പിന്നീട് എങ്ങനെയാണ് അത് പെടുന്നനെ എടുത്തു മാറ്റുന്നത് എന്നും, അതെങ്ങനെയാണ് പിന്നീട് ഒരു പൂർണ്ണ ഇരുട്ടിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നത് എന്നെല്ലാമുള്ള വലിയ ചിന്ത ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇമാം ഷഅറാബി പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ സത്യവിശ്വാസികളെ കാണുകയും അള്ളാഹുവിന് കീഴ്പ്പെട്ടൊരു സമൂഹത്തെ കാണുകയും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്, അതിലൂടെ അയാൾ നിർഭയത്വം പ്രാപിക്കുക, അവരുമായിട്ടുള്ള അഖദ് അവർ ലംഘിക്കാതിരിക്കുകയും, അങ്ങനെ അതിന്റെ ഫലമായി അയാൾ ജീവിതത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കുക. അങ്ങനെയല്ലോ സത്യവിശ്വാസികളുള്ളടുത്ത് ഏകനായ പടച്ച തമ്പുരാന് കീഴ്പ്പെടുന്ന ഒരു സമൂഹം നിലനിൽക്കുന്ന ഒരു ഭൂമികയില് എല്ലാവരും സുരക്ഷിതരായിരിക്കും എന്നാണ്. കാരണം അവൻ ഒരിക്കലും തന്നെ അവന്റെ അഖദിന്, അള്ളാഹുവിനോട് അവൻ നടത്തിയ അഖദിനെ അവൻ ലംഘിക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൻ നഹ്ലില് നമ്മളിൽ വളരെ ചിന്തിച്ച് പഠിക്കേണ്ട സംഭവമാണ്. അള്ളാഹുവിന് കീഴ്പ്പെടാത്ത ഒരു സമൂഹത്തോട് നിങ്ങൾ വല്ല അഖദ് നടത്തി കഴിഞ്ഞാൽ, കരാറുകൾ നടത്തി കഴിഞ്ഞാൽ, ആ കരാറുകൾ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ല എന്നാണ്.
എന്താണ്? അങ്ങനെ നിങ്ങളെങ്ങാനും പടച്ച തമ്പുരാനെ തിരിയാത്ത പ്രവാചകന്മാരെ പിൻപറ്റാത്തൊരു സമൂഹത്തോട്, അല്ലെങ്കിൽ അവരെ ആ രൂപത്തിൽ ജീവിതത്തിന്റെ മാതൃകകളായി കാണാത്ത ഒരു സമൂഹത്തോട് നിങ്ങൾ കരാറുകൾ നടത്തി ആ കരാറിനെ നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാല് അവർ നിങ്ങളെക്കുറിച്ച് മോശം പറയും. ആ മോശം പറയൽ നിങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കില്ല, നിങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു ഒരു അടിസ്ഥാന ആദർശത്തെക്കുറിച്ച് പോലും അവരെന്താക്കും ചർച്ച ചെയ്യുകയും ആളുകളുടെ മനസ്സിൽ അതിനെ മോശമായി ചിത്രീകരിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ നടത്തുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ഒരിക്കലും തന്നെ കരാറിനെ ലംഘിക്കരുത് എന്ന് സൂറത്തുൻ നഹ്ലിലെ പിന്നെ കരാറുമായി ബന്ധപ്പെട്ട ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു സത്യവിശ്വാസികൾക്കിടയിൽ അള്ളാഹുവുമായിട്ട് കരാറ് ചെയ്യുന്ന ഭൂമിയിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ വാസമെന്നും ആ ജീവിത ഇടങ്ങളിൽ ആളുകളോട്, ചുറ്റുപാടുകളോട് എങ്ങനെയൊക്കെയായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടതെന്നും അള്ളാഹു പഠിപ്പിക്കുകയും അതിന്റെ ഉള്ളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന എല്ലാവരും സുരക്ഷിതരായിരിക്കും. അവർക്ക് കിട്ടുന്ന ഏതൊന്നിന്റെയും പങ്ക് പറ്റുകയും ചെയ്യും. അപ്പൊ അവരോട് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് അതിന്റെ വെളിച്ചം ഇങ്ങനെ ആസ്വദിക്കുക. അങ്ങനെ പെടുന്നനെ അവരെ അങ്ങ് അള്ളാഹു അവരുടെ ആത്മാവിനെ അങ്ങ് പിടിക്കുക. അങ്ങനെ ഇമാം ഷഅറാവി ഇവിടെ വിശദീകരിക്കുന്നത്. ഇവരുടെ ചുറ്റുപാടുകൾ പിന്നെ വെളിച്ചമുള്ളതായി മാറുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ ജീവിക്കുന്നിടത്ത് കപടന്മാർ ഉണ്ടാകുകയും ആ കപടന്മാർ അവരുടെ ഭൂമികയിൽ ഇവരെ കുറിച്ചുള്ള തെറ്റായ സംസാരങ്ങൾ നടത്തുകയും, നമ്മൾ സൂറത്ത് ബഖറയിൽ തന്നെ ഓതിപ്പോകുമ്പോൾ പറയുന്ന വർത്താനല്ലേ, പിന്നെ അവരെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവര് പറയും പിന്നെ അവരെ ഞങ്ങള് കളിയാക്കുകയായിരുന്നു, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിൽ നിന്ന് സത്യവിശ്വാസികൾ അങ്ങ് മാറിക്കഴിഞ്ഞാല് ശത്രുവിന്റെ പക്ഷം ചേർന്ന്, ശത്രുവിനോടൊപ്പം ചേർന്ന് നിന്ന് അവരിതിനെ പുച്ഛിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെ അള്ളാഹു എടുത്തു കാട്ടുന്നുണ്ട്. ഇങ്ങനെ കുറെ ഭാഗങ്ങൾ അള്ളാഹു അവിടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോ എന്നാൽ ഇവർ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് അവരെ പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുത്തി അവരുടെ ആ നന്മയിൽ നിന്ന് ഇവര് നേടിയെടുക്കുന്ന കുറെ അനുഗ്രഹങ്ങളുണ്ട്. എന്നാൽ പെടുന്നനെ അള്ളാഹു ഇവരുടെ ആത്മാവിനങ്ങ് പിടിക്കുകയും അവരെ പിന്നീട് ജീവിതത്തിന്റെ ഇരുട്ടിലേക്ക്, ഖബറിന്റെ ഇരുട്ടിലേക്ക്, അതുപോലെ തന്നെ രാത്രിയുടെ ഇരുട്ടിലേക്ക്, ആ ഖബറിന്റെ മുകളിലുള്ള ഇരുട്ടിലേക്ക് എല്ലാം തന്നെ അങ്ങ് തള്ളപ്പെടുന്ന ഒന്നിനെയാണ് ഇതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് എന്ന് ഇമാം ഷഅറാവി ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നുണ്ട്. അതാണ് മസലുഹും കമസലിൽ ലദി ഇസ്തൗഖദ നാറൻ ഫലമ്മാ അളാഅത് മാ ഹൗലഹു ദഹബല്ലാഹു ബിനൂരിഹിം വതറക്കഹും ഫി ദുലുമാത്തിൽ ലാ യുബ്സിറൂൻ. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ, പിന്നീട് അവരുടെ കണ്ണ് തുറക്കാൻ കഴിയാത്ത രൂപത്തിൽ, വെളിച്ചം ലഭിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അത് ആസ്വദിക്കാൻ കഴിയാത്ത രൂപത്തിൽ മനുഷ്യനെ തള്ളപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിൽ മഹാചിന്തയെ അള്ളാഹു വെക്കുന്നു എന്നാണ്. അപ്പൊ മസൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദറബല്ലാഹു മസലൻ എന്ന് പറയുന്ന ഭാഗങ്ങളെ വളരെ ചിന്ത, ശരിക്കും അതിലേക്ക് നമ്മൾ അറബിയിൽ പറയും കുല്ലി ആദാനുൻ മുസ്കിയ എന്ന് പറയും. പൂർണ്ണ പിന്നെ ശ്രദ്ധയോടുകൂടിയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് അള്ളാഹു ഇത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ. അള്ളാഹു ഇവിടെയും അതുപോലെ ഈ ആയത്തിലും അള്ളാഹു അതുപോലെ വിശദീകരിക്കുകയാണ്. വദ്രിബ് മസലർ റജുലൈനി ജഅൽനാ ലി അഹദിഹിമാ ജന്നത്തൈനി. അവർക്ക് രണ്ട് തോട്ടങ്ങളെ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു, അല്ലെ? അപ്പൊ ഈ പിന്നെ രണ്ട് പുരുഷന്മാരെന്ന് പറയുന്നത് അത് വെറും ഒരു ഉപമ മാത്രമാണോ? അതോ പിന്നെ ചരിത്രത്തിൽ ഇങ്ങനെയെല്ലാം തന്നെ രണ്ടാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ? ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത് അങ്ങനെ രണ്ടാളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ പരിസരങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ആളുകൾ നിരന്തരം കടന്നു പോകുന്നുണ്ട്. ഒരു ഉപമ മാത്രമല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ഇത് അഗാധമായി ബന്ധപ്പെടുന്നുണ്ട്. ഒരു തോട്ടത്തെക്കുറിച്ച് മാത്രം അങ്ങ് ബന്ധിപ്പിച്ചു പോവേണ്ടതല്ല. മനോഹരമായി നമ്മുടെ കണ്ണിനെ കുളിർക്കൊള്ളിപ്പിക്കുന്ന ഏതൊന്നും എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ അതുമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നതിനെ കൂടി ഇത് വിശദീകരിക്കുന്നുണ്ട്, ഈ ആയത്ത് വിശദീകരിക്കുന്നുണ്ട്. അവിടെ നമ്മൾ ആ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ഏത് രൂപത്തിൽ നമ്മൾ അതുമായിട്ട് ഇടപെടുന്നു എന്നെല്ലാം തന്നെ ചെറിയ ഈ ഒരു വചനം അള്ളാഹു നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട്. നമുക്കിത് പറഞ്ഞു പോകുമ്പോൾ നമുക്കത് തിരിയും. ഇമാം ഷഅറാവി പറയുന്നത് യഹൂദ എന്നും ബറാക്കൂസ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ഇസ്രായേലികൾ ഉണ്ടായിരുന്നു എന്നാണ്. അവര് രണ്ട് സഹോദരന്മാരായിരുന്നു. അവരുടെ പിതാവിൽ നിന്നും
വഖദ് വറസ അൻ അബീഹിം, അവരുടെ വാപ്പയിൽ നിന്ന് അവർ അനന്തരമായിട്ട് 800 ദീനാറുകൾ അനന്തരമായി എടുക്കുകയും ഒരു വ്യക്തി അതിനെ ധർമ്മം ചെയ്യുകയും മറ്റൊരു വ്യക്തി ഈ പറഞ്ഞതുപോലെയുള്ള ഒരു മനോഹരമായ ഒരു തോട്ടം നിർമ്മിക്കുകയും ചെയ്തു. ഭൗതിക ലോകത്ത് മനുഷ്യന് ചില അനുഗ്രഹങ്ങൾ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹങ്ങൾക്കിടയിൽ മനുഷ്യരിങ്ങനെ അങ്ങ് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെയാണ് എല്ലാത്തിനും തികഞ്ഞവൻ എന്ന ഒരു പൈശാചികമായ ഒരു ബോധം മനുഷ്യനിൽ ഉണ്ടാകും. വിശുദ്ധ ഖുർആനെ തിഗ്നാഇനെ പിന്നെ അള്ളാഹു പിന്നെ ആദ്യ സൂറത്തില് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പിന്നെ അവതീർണമായ ആദ്യ സൂറത്തിനെ മനുഷ്യന്റെ പിന്നെ ഉയിർക്കൊള്ളലുമായി ബന്ധപ്പെട്ട് അവന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട് അഗാധമായ ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയതിനു ശേഷം അള്ളാഹു പറയുന്ന വർത്താനുണ്ട്, കല്ല ഇന്നൽ ഇൻസാന ലയത്ഗാ അർറഹ ഉസ്തഗ്ന. അപ്പോ മനുഷ്യന് അവന് ചില അറിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ, അവല്ലെങ്കിൽ ഭൗതികമായ ചില സമ്പാദ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ എല്ലാത്തിനും പര്യാപ്തനാണ് എന്ന ഒരു തോന്നൽ മനുഷ്യനുണ്ടാവും. ഇത് മനുഷ്യനിൽ വലിയ അപകടം സൃഷ്ടിക്കും. അത് അവൻ അറിയാത്ത രൂപത്തിൽ അള്ളാഹു എന്താക്കും? അള്ളാഹു അവനെ അതിശക്തമായ പരീക്ഷത്തിന് അള്ളാഹു വിധേയമാക്കും. ഇത് പിന്നെ സൂറത്ത് ഖസസില് ഖാറൂനുമായി ബന്ധപ്പെട്ടിടത്തും അള്ളാഹു പറയുന്നുണ്ട്. സമ്പത്ത് ഇന്ന് വന്നു കഴിഞ്ഞാൽ, ഭൗതികമായ നേട്ടങ്ങളിൽ നിന്ന് കുമിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനോബോധത്തെ അള്ളാഹു എടുത്തു കാട്ടുന്നത് ഖാറൂനെ വെച്ചുകൊണ്ടാണ്. ഖാറൂന് പറയുന്നത് പിന്നെ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, അത് എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്നാണ്. ഇതെല്ലാം ലഭിച്ചിരിക്കുന്നത് അത് ഊതീതുഹു അലാ ഇൽമി എന്ന് പറഞ്ഞാല് ഖുദ്റത്തി, എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്ന് മനുഷ്യൻ പറയുന്ന. കാരണം ഇവിടെ ഇങ്ങനെ പറയാനൊരു കാരണം കൂടിയുണ്ട് ഖാറൂനെ കുറിച്ച്. മൂസാ നബിയുടെ സമൂഹത്തിൽ തൗറാത്ത് ഹൃദിസ്ഥമാക്കിയ മനുഷ്യനായിരുന്നു ഖാറൂൻ എന്ന. അദ്ദേഹത്തിന്റെ ശബ്ദം അതിമനോഹരമായിരുന്നു. അങ്ങനെ മൂസാ നബിയുമായി പിന്നെ ഈ ഇടപഴകി ആ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയിലൂടെ ഭൗതിക പിന്നെ നിഅമത്തുകളുടെ അനുഗ്രഹങ്ങളുടെ കവാടം അല്ലാഹു തുറന്നു കൊടുത്തൊരു മനുഷ്യനാണ് ആര്? ഖാറൂൻ. ഇതെല്ലാം കൂടി ലഭിച്ചപ്പോ പിന്നെ അദ്ദേഹത്തിന് ഇതാണ് ഇമാം ഷഹറാവി പിന്നെ മനുഷ്യരുടെ ജീവിത ഇടങ്ങളിലെ പിന്നെ ചില പിശാച്ച് എങ്ങനെയൊക്കെയാണ് മനുഷ്യനെ സമീപിക്കുക എന്നുള്ളതിന് അദ്ദേഹം വിശദീകരിക്കും. സ്വലാത്ത് നിർവഹിക്കുന്ന ഒരു മനുഷ്യൻ അഥവാ അള്ളാഹുവിന് 5 നേരവും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന ഒരു മനുഷ്യന് അവനോട് പിശാച്ച് പറയും, ഇജ്ജ് സക്കാത്ത് കൊടുക്കണ്ട, ഇജ്ജ് നല്ലോനാന്ന് പറയും. അതുകൊണ്ടാണ് അള്ളാഹു പിന്നെ സ്വലാത്തിനെയും സക്കാത്തിനെയും എല്ലായിടങ്ങളിലും ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു മനഃശാസ്ത്രം കൂടിയുണ്ട്. എന്താണ്? ഇങ്ങനെ ഒരു ബോധം മനുഷ്യനിൽ എപ്പോഴും നിലനിൽക്കുന്നതുകൊണ്ട് ഇല്ല അത് മാത്രം നിർവഹിച്ചാൽ പോരാ, സക്കാത്തും നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ശക്തമായ പാഠം അള്ളാഹു അതിനുള്ളിൽ പറഞ്ഞു വെക്കുകയാണ്. എന്നാല് ഈ സ്വലാത്ത് നിർവഹിക്കുന്ന അധിക ആൾക്കാരോട് പിശാച്ച് പറയും, എന്നാ സക്കാത്ത് കൊടുക്കണ്ടെന്നറിയും. അതുകൊണ്ടാണ് അധിക ആൾക്കാർ സക്കാത്ത് കൊടുക്കുക. ഇനി സക്കാത്ത് കൊടുക്കുന്ന ആളെ എങ്ങനെ പിശാച്ച് സമീപിക്കുക? അപ്പൊ സമ്പത്ത് കൂടുതലുള്ള ആൾക്കാർ എങ്ങനെ പറയും? ഓന് സ്വലാത്തും കൂടി നിർവഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ സക്കാത്തും കൊടുക്കുന്നുണ്ടെങ്കിൽ അവനോട് തെറ്റായ ജീവിത ചിട്ടകൾ അതിന് പിറകില് പിന്നെ ചെയ്യാനുള്ള ഒരു പിന്നെ എന്താണ് തോന്നലുകൾ അവന്റെ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന. അപ്പൊ പൈസ കൂടുതൽ വന്നാല് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സക്കാത്ത് പിന്നെ കൊടുക്കൂല്ല. എന്നാ കൊടുക്കുന്നവനാണെങ്കിലും പിന്നെ എന്താക്കും? അവനോട് തെറ്റുകൾ ചെയ്യാൻ, പൈസ കൊണ്ട് എന്തെല്ലാം തെറ്റുകൾ, എന്തെല്ലാം നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കാൻ പറ്റും അതിൽ ചെയ്യാൻ അവനോട് കൽപ്പിക്കുന്ന. അപ്പൊ പിന്നെ ഓരോന്നിന്റെ ഇടങ്ങളിലും സംഭവിക്കുന്ന അപകടങ്ങൾ ഇമാം ഷഹറാവി വിശദീകരിക്കും. നമ്മുടെ ജീവിതത്തിലും അതുണ്ട്. അപ്പൊ നമ്മൾ വലിയ മുവഹിദീങ്ങളാണല്ലോ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ജസ്റ്റ് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാല് ഇതേപോലെയുള്ള കുറെ സംഗതികൾ ഈ നമ്മൾ തന്നെ സ്വയം അഹങ്കരിക്കുകയും സ്വയം അഹന്ത നടിക്കുകയും ചെയ്യുന്ന കുറെ സംഗതി ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ ഷിർക്ക് എന്ന് പറഞ്ഞാല് അത് പിന്നെ വെറും ഒരു പ്രതിമകളെ പൂജിക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാക്കുകൾ പറയലോ ചെയ്യലോ മാത്രല്ല. ഏറ്റവും ചെറിയ ഷിർക്കിനെയാണ് ഞാൻ നിങ്ങൾ ഭയപ്പെടുന്നത്. അപ്പൊ എന്താണ് പിന്നെ ഷിർക്കുൽ അസ്ഗറു യാ റസൂലല്ലാഹ്, എന്താണ് ചെറിയ ഷിർക്ക് എന്ന് ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്നുണ്ട്, മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കുക. അപ്പോ ആ സമയത്ത് നമ്മൾ എന്താക്കുന്നുണ്ട്? ഒരുത്തനെ പിന്നെ നമ്മളവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ട്.
അള്ളാഹു ഏത് കർമ്മവും നിങ്ങൾ അള്ളാഹിന്റെ റിളയെ വെച്ചുകൊണ്ടായിരിക്കണം. പടച്ച തമ്പുരാന്റെ തൃപ്തിയെ, അള്ളാഹുവിന്റെ റിളയെ കാംക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്ത് പ്രവൃത്തിയും ചെയ്യേണ്ടതെന്നാണ്. അത് അമല് സ്വീകരിക്കാനുള്ള ഷർത്താണ്, അല്ലേ? അള്ളാഹുവിന്റെ റിളക്ക് വേണ്ടിയായിരിക്കണം, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടോ, മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും പുകഴ്ത്തലുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഭൗതികമായ നേട്ടം നേടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഞാൻ അറിവുള്ളവനാണെന്ന് പിന്നെ ബോധ്യപ്പെടുത്താൻ പിന്നെ ഉള്ള ത്വരയോ, അല്ലെങ്കിൽ സമ്പന്നനാണ് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ആവേശമോ, അല്ലെങ്കിൽ ഞാൻ ധീരനാണ് എന്ന് കാണിക്കാനുള്ള പോരാട്ടമോ ഒന്നുമല്ല നടക്കേണ്ടത്. നമ്മുടെ അറിവാണെങ്കിലും നമ്മുടെ പിന്നെ ആണെങ്കിലും നമ്മുടെ പ്രവർത്തന ഇടങ്ങളിലെ നമ്മുടെ ധീരതയാണെങ്കിലും ഇതെല്ലാം തന്നെ പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. അല്ലാത്തതൊന്നും തന്നെ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇതെല്ലാം നിനക്ക് നാം തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ അമലുകളെ പാഴാക്കി കളയും. ഇത് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. 2 തോട്ടക്കാരിൽ ഒരു മനുഷ്യനെ സംഭവിച്ചത് ഈ ഖാറൂന്റെ ഉത്ബോധമാണ് അയാളെ പിടികൂടിയത്. ഇവിടെ ഖാറൂന് പറയുന്നത് പിന്നെ സൂറത്ത് ഖസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിശ്വാസികൾ നോക്കിക്കൊണ്ട് അവിടെയും പറയുന്ന വർത്താനുണ്ട്, അല്ലെ? ഫഖറജ അലാ ഖൗമിഹി ഫീ സീനത്തിഹി, അദ്ദേഹത്തിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി ആളുകൾക്കിടയിലേക്ക് അയാൾ ഇങ്ങനെ ഇറങ്ങി വന്നു. ഫഖാല ലദീന യുരീദൂനൽ ഹയാത്ത ദുനിയ, ഈ ഭൗതിക, ഇവിടെ 2 കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വിഷയത്തിൽ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ അനുജൻ തന്നെ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ തന്നെ അദ്ദേഹത്തോടുള്ള പിന്നെ സംവദിക്കുന്ന ഒരു ഭാഗത്തെയാണ്. എന്നാൽ ഖാറൂനെ വെച്ചുകൊണ്ട് ഒരു പൊതു ഇടങ്ങളിൽ മനുഷ്യർ എങ്ങനെയാണ് ഭൗതികതയോടുള്ള അല്ലെങ്കിൽ ഭൗതിക സുഖാഡംബരങ്ങളോടുള്ള മനുഷ്യന്റെ സമീപനം എങ്ങനെയാണെന്ന് ഖാറൂനെ വെച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഭൗതികത ആഗ്രഹിക്കുന്ന ആളുകൾ പറയാണ് യാലൈത്ത മിസ്ലമാ ഊത്തിയ ഖാറൂനു ലനാ മിസ്ലമാ ഊത്തിയ ഖാറൂനു, ഖാറൂന് നൽകിയതുപോലുള്ളത് ഞമ്മക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇന്നഹു ലദു ഹദ്ദിൻ അലീം, അയാൾ വലിയ സൗഭാഗ്യം കിട്ടിയവനാണ്. മനുഷ്യരിങ്ങനെയാണ് പറയാ, നമ്മളും അങ്ങനെ പറയാറുണ്ടല്ലോ, അല്ലേ? അവന് മഹാസൗഭാഗ്യവാനാണ്, മഹാഭാഗ്യം ലഭിച്ചവനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഇതിങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഇത്തരത്തിലും വർത്തമാനങ്ങള്, കാഴ്ചകള്, ആ കാഴ്ചകൾക്കനുസരിച്ചുള്ള സമീപനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. അവിടെ വഖാലല്ലദീന ഊത്തുൽ ഇൽമ, അങ്ങനെ ഇൽമ ലഭിച്ച ആളുകള്, അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമുള്ള മനുഷ്യര് ആ സമയത്ത് പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൻ ലിമൻ ലിമൻ ആമന വഅമില സ്വാലിഹ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം അതാണ് ഏറ്റവും ഉത്തമമായത്. ആർക്ക്? ലിമൻ ആമന വഅമില സ്വാലിഹ, മുഅ്മിനാകുകയും എന്നിട്ട് അമൽ സ്വാലിഹാത്ത് പിന്നെ ചെയ്യുകയും ചെയ്യുന്ന, അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മുഅ്മിൻ എന്ന വാക്കിനോടുകൂടെ എന്തിനാണ് അമൽ സ്വാലിഹാത്ത് എല്ലായിടങ്ങളിലും അള്ളാഹു ചേർത്ത് പറയുന്നത് എന്ന വിഷയം നമ്മൾ ഇതിന്റെ മുമ്പിൽ സവിസ്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നുകൂടി നമ്മൾ നിരന്തരം കേൾക്കേണ്ടത്, നമ്മൾ കേട്ട് ഖുർആന് എന്തിനിങ്ങനെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം ഇൻഷാ അല്ലാഹ്. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ, അല്ലേ? നമ്മള് പിന്നെ ഇത്തരം ഇടങ്ങളിൽ നല്ല ക്ഷമയുള്ളവർക്ക് പിന്നെ ക്ഷമയുള്ളവരാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞു. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ. അപ്പോ ഇവിടെയും ഈ പറഞ്ഞതുപോലെ ഉള്ള ഒരു സംഭവം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ കേട്ടോ. ഇതിന്റെ ശേഷം പിന്നെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ, 2 വ്യക്തികൾക്കിടയിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ ജന്നത്തൈനി, 2 തോട്ടങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഇമാം ഇവിടെ ഷഹറാവി ഇവിടെ ഒരു വീട് നിർമ്മാണത്തില് നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന ഒരു നിർമ്മിതി നടത്തുന്നതിൽ സ്വീകരിക്കേണ്ട ഒരു ഹന്തസയെ കുറിച്ച്, അഥവാ ഒരു പിന്നെ എഞ്ചിനീയറിംഗിനെ കുറിച്ച് കൂടി അള്ളാഹുടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് ഇമാം ഷഹറാവി വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത് മനോഹരമാകുക, എങ്ങനെയാണ് ആനന്ദദായകമാകുക, എങ്ങനെയാണ് കാണുന്നവന്റെ കാഴ്ചയിൽ ആ നിർമ്മിതി പിന്നെ അതിമനോഹരമാകൽ എങ്ങനെയാണ്, അപ്പൊ എങ്ങനെയൊക്കെയാണ് അതിനെ നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് സംഗതി ഇവിടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് ഇതിന്റെ ഈ വാക്കിലെ ഘടനയെ, ഈ തോട്ടത്തിന്റെ നിർമ്മിതിയെല്ലാം തന്നെ പരാമർശിക്കുന്നിടത്ത് അള്ളാഹു സ്വീകരിച്ച സമീപനത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു നമുക്ക് അതും പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, നിങ്ങൾ നോക്കിയാട്ടെ, എന്ത് മനോഹരാണ്. ജന്നത്തൈനി, 2 തോട്ടങ്ങള്, അല്ലെ? അപ്പൊ 2 തോട്ടം എന്ന് പറയുമ്പോൾ ഇവിടെ അതിന്റെ ഉള്ളിലുള്ള ഒരു സ്വർഗസമാനമായ ഒരു ഭവനത്തെ കൂടി എടുത്തു കാട്ടുന്നുണ്ട് എന്നാണ്. കാരണം 2 തോട്ടം ഉണ്ടാകുമ്പോൾ ഒന്ന് പിന്നെ
ഒരു വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഏഹ് പിന്നെ രണ്ട് തോട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ മുമ്പിലും പിമ്പിലുമായിട്ട് അല്ലെങ്കിൽ ഇടത്തും വലത്തുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന, അതിന്റെ മുമ്പിൽ അരുവികൾ ഒഴുകുന്ന, അതിന്റെ ഇടയിലൂടെ അരുവികൾ ഒഴുകുന്ന അങ്ങനെയുള്ള ഒരു 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 വീടിനെ കുറിച്ച് ഇതിന്റെ ഉള്ളിൽ അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കാണാൻ കഴിയും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ആളുകൾ ഇങ്ങനെ കയറി വരുന്നു, ഇദ്ദേഹം അങ്ങോട്ട് കയറി വരുന്നു, അദ്ദേഹം ആ തോട്ടത്തെ കാണുന്നു. മിൻ അനാബിൻ, എന്താണ്, രണ്ട് തോട്ടാണ്. അതിൽ ഒരു തോട്ടം, എന്നിട്ട് രണ്ട് തോട്ടം എന്തിനാ പറഞ്ഞതെന്നാ, അപ്പൊ അതിന്റെ ഇടയിൽ വേറെ കുറെ നിർമ്മിതികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ എല്ലാം കൂടി ഇടകലർന്ന് നിൽക്കുന്ന ഒരു തോട്ടമായിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് മിൻ അനാബിൻ അഥവാ പിന്നെ ഇത് മുന്തിരികളാലുള്ള രണ്ട് തോട്ടങ്ങൾ. ഇവിടെ നമ്മൾ നേരത്തെ മുമ്പുള്ളൊരു പിന്നെ മുമ്പ് നമ്മൾ പരാമർശ സൂറത്തിൽ പറഞ്ഞില്ലേ, അതായത് പിന്നെ യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ, അവരെ ധരിപ്പിക്കപ്പെടും, എന്താണ്, കൈവളകൾ ധരിപ്പിക്കപ്പെടും. അപ്പൊ അതിനെ മുന്തിക്കുക അള്ളാഹു ആദ്യം പറയുകയും, രണ്ടാമത് വയൽബസൂന സിയാബൻ എന്ന് പറഞ്ഞു, അവര് വസ്ത്രം ധരിക്കുകയും ചെയ്യുമെന്ന്. അപ്പൊ ഒന്ന് അള്ളാന്റെ ദാനമാണ്, മറ്റൊന്ന് നിങ്ങളുടെ അമലിന്റെ പ്രതിഫലമാണ്. എന്നാലും അത് നിങ്ങൾ എന്താക്കണം, കുൽ ബി ഫളില്ല, അതും അള്ളാന്റെ ഫളൽ കൊണ്ടാണ് എന്ന് പറയണമെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. അപ്പൊ ഒന്ന് അള്ളാഹുവിന്റെ അപാരമായ ദാനത്തെ, യുഹല്ലൗന, അവിടെ മജ്ഹൂലിന്റെ സീഗയെ അള്ളാഹു ഉപയോഗിക്കുന്നു. പിന്നെ എൽബസൂന എന്ന് പറയുന്നിടത്ത് അതാരാണ്, ആ പ്രവൃത്തി നടത്തുന്ന വ്യക്തിയെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ഖബറുൻ മഅലൂം, ഒരു മഅലൂമായ ഒരു വിഷയത്തെ അള്ളാഹു ചേർത്ത് വെച്ചുകൊണ്ട് ആ പ്രവൃത്തിക്ക് അവര് പ്രതിഫലം വാങ്ങുന്ന ഒരു അവസ്ഥ വിശേഷത്തെ അള്ളാഹു അവിടെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ആയത്തിലും ഇതുപോലുള്ള രണ്ട് വിഷയത്തെ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. കാരണം ഇവിടെ ആദിക്ക് പറയുന്നത് ജന്നത്തൈനി മിൻ അനാബിൻ, മുന്തിരിയാലുള്ള രണ്ട് തോട്ടം. അപ്പൊ മുന്തിരി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമല്ല. അത് അവന്റെ അതിഥികൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പിന്നെ ചില ആഘോഷങ്ങളുള്ള സമയത്ത്, അല്ലെങ്കിൽ പിന്നെ ചില പ്രത്യേക പിന്നെ അവസ്ഥകളിൽ മാത്രം കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് അള്ളാഹിന്റെ ഒരു ദാനമാണ്, അള്ളാഹു ഒരുക്കി വെക്കുന്ന ഒരു സംഗതിയാണ്. അതിനുശേഷമാണ് അള്ളാഹു എന്ത് പറയുന്നത്, ധാന്യ തോട്ടങ്ങൾ അള്ളാഹു ആക്കിയത്. അത് മനുഷ്യന്റെ നിത്യജീവിതത്തിൽ അവൻ എപ്പോഴും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതും ദാനം തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. എന്നാൽ ഓരോന്നും അതിന്റെ ഇടങ്ങളിൽ ഏറിയും കുറഞ്ഞും അതിന്റെ നിലവാരങ്ങള് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന അവസ്ഥകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമെന്ന ഒരു പാഠമാണ് ഈ രണ്ട് പ്രയോഗങ്ങൾ നടത്തുന്നതിലെ അള്ളാഹു എന്തുകൊണ്ട് അതിനെ മുമ്പിൽ പറഞ്ഞു, എന്തുകൊണ്ട് ശേഷം പറഞ്ഞു എന്നുള്ള വിഷയങ്ങളിൽ വിശദീകരിക്കുന്നിടത്ത് നാം ഷാറാവി വിശദീകരിക്കുന്നത്. അപ്പോ ജന്നത്തൈനി മിൻ അനാബിൻ, രണ്ട് പിന്നെ മുന്തിരിത്തോട്ടങ്ങളെ ആ വ്യക്തിക്ക് നൽകി. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, എന്നിട്ട് ഈത്തപ്പനകളെ കൊണ്ട് ആ തോട്ടത്തെ അള്ളാഹു വലയം ചെയ്തു. അപ്പൊ ഈത്തപ്പന, ഈ മുന്തിരിത്തോപ്പുകൾ എങ്ങനെയാണ് നിർമ്മിക്കുക, അതിന് പന്തലുകൾ പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടെ നിർമ്മിക്കുന്നത്, അതിന് ഈ ഈത്തപ്പന പിന്നെ മരങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ വെച്ചാൽ ഹന്തസയെ കുറിച്ചുള്ള ചർച്ചയായിട്ട് ഇമാം ഷാറാബി കൊണ്ടുവരുന്ന പിന്നെ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും മനോഹരമായിട്ട് വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, എന്നിട്ട് ഈത്തപ്പന പിന്നെ തോപ്പുകൾ കൊണ്ട് അതിന്റെ ചുറ്റും അല്ലാഹു വലയം ചെയ്യാൻ. വജഅൽനാ ബൈനഹുമാ സറഅ, എന്നിട്ട് പിന്നെ അത് രണ്ടിന്റെയും ഇടയിൽ ധാന്യത്തോട്ടങ്ങളെയും അള്ളാഹു നിറച്ചു വെക്കുകയാണ്. ഇതിനുശേഷം പിന്നെ കിൽത്തൽ ജന്നത്തൈനി ആതത് ഉക്കുലഹാ വലം തദ്ലിം മിൻഹു ശൈഅൻ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ. ഈ രണ്ട് തോട്ടത്തിന് അത് വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതിന്റെ ഇടയിൽ ഈ വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ എന്ന ആ ഒരു വാക്കിനെ പിന്നെ ഈ പറഞ്ഞതുമായി ചേർത്ത് വെക്കാനാണ് ഞാൻ പല ആയത്ത് ഓതിയത്. ഏതായാലും അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന പിന്നെ ഒരു നദിയെ കുറിച്ച് പറഞ്ഞു വെക്കുക. ഖാറൂന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇവിടെ ഇനി ശേഷം ഇദ്ദേഹത്തിന്റെ സഹോദരൻ പിന്നീട് അദ്ദേഹത്തോട് സംസാരിക്കുന്നതും ഖാറൂൻ അള്ളാഹു പാഠം നൽകിയതുപോലെ അള്ളാഹു ഖാറൂന്റെ വിഷയം പറഞ്ഞിട്ട് അള്ളാഹു മഹാറത്തിഹി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇൽമു കൊണ്ടാണ് എല്ലാം ലഭിച്ചത് എന്നാണല്ലോ ഖാറൂന് പറയുന്നത്. അപ്പോ
ആ ഇൽമ എന്താണ്, ആ ഇൽമിനെ ശരിക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാനും, അദ്ദേഹത്തിന്റെ മഹാറത്ത് കൊണ്ടാണോ ഇതെല്ലാം ലഭിച്ചത്, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണോ, അദ്ദേഹത്തിന് ലഭിച്ച ഇൽമ കൊണ്ടാണോ അതെല്ലാം ലഭിച്ചത് എന്നുള്ളതിനെ അള്ളാഹു നന്നായിട്ട് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പിന്നീട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഫഹസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അദ്ദേഹത്തെ അങ്ങനെ ഭൂമിയുടെ അടിയിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയെ അള്ളാഹു വിശദീകരിച്ചുകൊണ്ട് എന്താണ് നിന്റെ അറിവ്, നിന്റെ മഹാറത്തെല്ലാം എന്താണ് എന്ന് അള്ളാഹു പിന്നീട് ഖാറൂനെ പഠിപ്പിക്കുന്നു എന്ന് പിന്നെ ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത് പോലെ ഇവിടെ ഈ മനുഷ്യൻ ഇതിനെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്ന, പിന്നീട് ഇനി പറയുന്ന അദ്ദേഹത്തിന്റെ അഹങ്കാര ഭാവമുണ്ട്. ആ അഹങ്കാര ഭാവത്തോടുള്ള ഒരു ദുർബലനായ, അല്ലെങ്കിൽ ഒരു പിന്നെ സമ്പാദ്യമൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പ്രതികരണമുണ്ട്. ആ പ്രതികരണത്തോട് എല്ലാ കാലത്തുമുള്ള സമ്പന്നരുടെ പിന്നെ തിരിച്ചുള്ള പ്രതികരണങ്ങള്, അവസാനം അവന് ആ അഹങ്കാരം എങ്ങനെയൊക്കെയാണ് അള്ളാഹു ഇല്ലായ്മ ചെയ്യുന്നതെന്നും ജീവിതം എന്താണെന്നും അവസാനം പഠിപ്പിക്കുന്ന പാഠങ്ങൾ എല്ലാം ഇതിന് ശേഷം അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും ഇൻഷാ അള്ളാഹ് അത് നമുക്ക് പിന്നെ അതിന്റെ ഉള്ളിലുള്ള വാക്കുകളുടെ എല്ലാം തന്നെ ആഴത്തിലേക്ക് കയറിക്കൊണ്ട് സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അത് ഇൻഷാ അള്ളാഹ് പിന്നെ അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. ഈ പിന്നെ വിഷയവുമായി ബന്ധപ്പെട്ട് മുഫസ്സിരീങ്ങള് സബഇനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ലഖദ് കാന ലിസബഇൻ ഫി മസ്കനിഹിം ആയത്തുൻ ജന്നത്താനി അൻ യമീനിൻ വശിമാൽ. ഇവിടെയും ജന്നത്താനി എന്ന് പറയും, രണ്ട് തോട്ടങ്ങൾ എന്ന് പറയുന്നുണ്ട്, ഇടവും വലവും രണ്ട് തോട്ടങ്ങൾ. എന്നിട്ട് കുലൂ മിർ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ ഭക്ഷണത്തിൽ നിങ്ങൾ കഴിച്ചുകൊള്ളുക, വഷ്കുറു ലഹു, അവനോട് നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക, ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലും രണ്ട് തോട്ടം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ രണ്ട് തോട്ടങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഒരു നിർമ്മിതിയുടെ മനോഹാരിതയെ ഉണ്ടാക്കുന്ന, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊണ്ടുവരുന്ന മറ്റു നിങ്ങളുടെ നിർമ്മിതികളെ എങ്ങനെയൊക്കെയാണ് അത് മനോഹരമാക്കുന്നത്, അതിനെ ആനന്ദപൂർവ്വം കാഴ്ചക്കാരന്റെ കണ്ണിനെ ആനന്ദം കൊള്ളിപ്പിക്കുന്നത് എന്നുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുള്ള ഒരു നിർമ്മിതിയുടെ ഹന്തസയെ, അതിന്റെ എഞ്ചിനീയറിങ്ങിനെ അള്ളാഹു പിന്നെ എടുത്തു കാട്ടാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആയത്തുകളെല്ലാം തന്നെ ഇമാം ഷഅറാവി കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനിയുള്ള ചർച്ചകള് ഈ പറഞ്ഞതുപോലെ ഉപയോഗിച്ച വാക്കുകൾക്കുള്ളിലുള്ള ആശയ ലോകത്തെ വിശദീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആഴ്ച പറയാവുന്നതാണ്. അള്ളാഹു നമ്മളെ പറയുന്ന കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കി അതിൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ, ജീവിത സന്ദേശങ്ങളെ എല്ലാം തന്നെ നന്നായി ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുവാനും അതിലെ ശരിയും തെറ്റുകളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തോട് ഏറ്റവും നന്നായി സമീപിക്കുവാനും അള്ളാഹു നമ്മളെല്ലാം തന്നെ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചെറിയ ചർച്ച അവസാനിപ്പിക്കുന്നു. വാഹൃദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.